9 അവസാനിക്കുന്ന രണ്ടക്ക സംഖ്യകൾക്ക് ഈ പ്രത്യേകതയുണ്ട്. 9 അവസാനിക്കുന്ന രണ്ടക്ക സംഖ്യ 79. ആ 79 7ഉം 9ഉം തമ്മിൽ ഗുണിച്ചു. ആ 79 7ഉം 9ഉം തമ്മിൽ ഞാൻ കൂട്ടി 16. അവർ തമ്മിൽ കൂട്ടിയപ്പോൾ എനിക്ക് ആദ്യത്തെ 79 കിട്ടുന്നു. അപ്പം ഒരു രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ ഗുണനഫലവും ആ രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുകയും തമ്മിൽ കൂട്ടിയപ്പോൾ എനിക്ക് ആദ്യത്തെ രണ്ടക്ക സംഖ്യ തന്നെ കിട്ടിയെങ്കിൽ ആ രണ്ടക്ക സംഖ്യയുടെ വൺസ് പ്ലേസ് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര? എല്ലാവരും ഒന്നിച്ച് മറുപടി പറയണം. ആ രണ്ടക്ക സംഖ്യയിലെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര എന്നതിന് പറ്റി വീണ്ടും ചോദ്യങ്ങൾ വരാം. 9 ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വീണ്ടും വരാം. അതിനിടയ്ക്ക് സംഖ്യകളായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാം. സംഖ്യകൾ, നമ്പേഴ്സ്. ആ നമ്പേഴ്സിനെ പറ്റി വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാൻ നോക്കൂ. ചിലപ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെ കാണില്ല. നോക്കൂ, നിങ്ങൾ അടുത്ത ചോദ്യം നിങ്ങൾ ഉണ്ടാക്കണം. 0, 1, 2, 3, 4, 5, 6, 7, 8, 9. 0 to 9. We have 10 digits. നമുക്ക് 10 digits ആണുള്ളത്. 0 is a digit. ഇവിടെ നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാക്കാം. എങ്ങനെ ചോദ്യം ഉണ്ടാക്കാം? ഞാൻ ഈ 0നെ 1 കൊണ്ട് ഗുണിച്ചു, എനിക്ക് 0 കിട്ടി. ഞാൻ ഈ 1നെ 2 കൊണ്ട് ഗുണിച്ചു, എനിക്ക് 2 കിട്ടി. എനിക്ക് ഈ 2നെ 3 കൊണ്ട് ഗുണിച്ചു, എനിക്ക് 6 കിട്ടി. ഞാൻ 3നെ 4 കൊണ്ട് ഗുണിച്ചു, എനിക്ക് 12 കിട്ടി. ആ 12ലെ അവസാനത്തെ അക്കം 2 ആണ്. ഞാൻ 4നെ 5 കൊണ്ട് ഗുണിച്ചു, അവസാനത്തെ ഡിജിറ്റ് 0 ആണ്. 5നെ 6 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു, അവസാനം 0 ആണ്. 6നെ 7 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു, അവസാനം 2 ആണ്. 7നെ 8 കൊണ്ട് ഗുണിച്ചു, അപ്പം അവസാനം 6 കിട്ടുന്നു. 9നെ 8 കൊണ്ട് ഗുണിച്ചു, അവസാനം 2 കിട്ടുന്നു. എന്താണ് നിങ്ങൾക്ക് ഇതെന്ന് മനസ്സിലാകുന്നത്? ഈ ഡിജിറ്റ്സ് എത്ര? 2, 0, 1 മാത്രമേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ചോദ്യം പ്രതീക്ഷിക്കാം. എങ്ങനെ ചോദ്യം വരിക? 2 അടുത്തടുത്ത സംഖ്യകളുടെ ഗുണനഫലം. ആ ഗുണനഫലത്തിൽ ഏത് സംഖ്യ ആയിക്കോട്ടെ, 3 digits or 4 digits or 2 digits, ഏത് വഴി ആയിക്കോട്ടെ, ആ 2 അടുത്തടുത്ത സംഖ്യകളുടെ ഗുണനഫലത്തിൽ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന അക്കങ്ങൾ ഇവ മാത്രമേ ഉണ്ടാവൂ. അപ്പൊ നിങ്ങളോട് ചോദിക്കും, 2 അടുത്തടുത്ത സംഖ്യകളുടെ ഒറ്റയുടെ സ്ഥാനത്ത് വരാത്ത അക്കം ഇതിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതിനെ സെലക്ട് ചെയ്യും? 4നെ സെലക്ട് ചെയ്യും. 288നെ ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള ചോദ്യം. 288 9ന്റെ അടുപ്പിക്കണം. 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ആ അക്കങ്ങൾ ഒന്ന് കൂട്ടി നോക്കിയാൽ മതി. 8 16 18. ആ 18 എന്ന സംഖ്യ 9ന്റെ മൾട്ടിപ്പിൾ ആണ്. 18നെ വീണ്ടും നിങ്ങൾ കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് 9 കിട്ടും. അപ്പോൾ 9ന്റെ മൾട്ടിപ്പിൾ തിരിച്ചറിയാൻ, ആ മൾട്ടിപ്പിൾ തിരിച്ചറിയാൻ അതിന്റെ അക്കങ്ങളുടെ തുക നോക്കിയാൽ മതി. അതിനാണ് സം ഓഫ് ഡിജിറ്റ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയുക. ആ അക്കങ്ങളുടെ തുക കിട്ടിയിട്ട് വീണ്ടും ഒരു അക്കത്തിലേക്ക് വീണ്ടും അതിനെ കൊണ്ടുവരുമ്പോഴാണ് അത് ഡിജിറ്റൽ റൂട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സീരീസ് നമ്പർ ഡിജിറ്റൽ റൂട്ട് എന്നതാണ്. ഇവിടെ എന്റെ ചോദ്യം അതല്ല. 288നെ ചുറ്റിപ്പറ്റിക്കൊണ്ട് എങ്ങനെ നമുക്ക് ചോദ്യം ക്രിയേറ്റ് ചെയ്യാം? ഓവർസ്റ്റാണ് മറുപടി പറയുന്നത്. എല്ലാ സംഖ്യയിലെ എല്ലാ നമ്പറും ഈവൻ ഡിജിറ്റ് ആയ ഏത് സംഖ്യയാണുള്ളതെന്ന് ചോദിക്കാം. ഏറ്റവും നല്ല ചോദ്യം കുറച്ചുകൂടി വൃത്തിയാക്കി പറഞ്ഞാൽ, 9ന്റെ മൾട്ടിപ്പിളില് എല്ലാം ഈവൻ ഡിജിറ്റ്സ് വരുന്ന ആദ്യത്തെ ബഹുമതി കിട്ടിയത് 288-നാണ്. അപ്പോൾ 9ന്റെ ഗുണനത്തിൽ ഒറ്റ അക്കങ്ങളും വരാത്ത, ഓൾ ഡിജിറ്റ്സ് വരാത്ത, എല്ലാം ഈവൻ ഡിജിറ്റ്സ് വരുന്ന ആദ്യത്തെ സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ആദ്യത്തെ സംഖ്യ അത് വേറെ ആരുമല്ല 288 നിങ്ങൾ 9ന്റെ മൾട്ടിപ്പിൾ എടുത്ത് നോക്കൂ. 9 ഒറ്റ സംഖ്യ,
2918 അതിൽ ഇതാ 1 വട്ടസംഖ്യ. 3927 അവിടെ 7 വട്ടസംഖ്യ. 4036 അവിടെ 3 വട്ടസംഖ്യ. 5045 അവിടെ 5 വട്ടസംഖ്യ. ഇങ്ങനെ പോയി ഒരുപാട് മുന്നോട്ട് പോയാല് ചിലപ്പോ 30 നോക്കൂ. 3927 വട്ടസംഖ്യ വന്നു 30 ഇനി 31 വന്നുകൊണ്ട് വിളിച്ചു നോക്കൂ. 279 അവിടെ 2 വട്ടസംഖ്യ വന്നു. പക്ഷേ 32 9 കൊണ്ട് വിളിച്ചാലോ നിങ്ങൾക്ക് 288 കിട്ടുന്നു. ആ 288 2ഉം 8ഉം 8ഉം ഇരട്ട സംഖ്യകളാണ്, ഇരട്ട ഡിജിറ്റ്സ് ആണ്, ഈവൻ ഡിജിറ്റ്സ് ആണ്. 9ന്റെ മൾട്ടിപ്പിളിൽ എല്ലാം ഈവൻ ഡിജിറ്റ്സ് വരുന്ന ആദ്യത്തെ സംഖ്യ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും ഒരേ സ്വരത്തിൽ ഒന്നിച്ച് മറുപടി പറയണം. എത്രയായിരിക്കും? നോക്കൂ, നിങ്ങൾ ഈ ചിത്രം വരിക. ഒരു സർക്കിളായി വരച്ചു കഴിഞ്ഞാൽ കോഹോസായ കുട്ടികൾക്ക് യെസ് എന്ന് പറയാം. ആ സർക്കിളിനെ ഞാൻ ഞാനൊന്ന് ഇങ്ങോട്ട് മാറ്റുന്നുണ്ട്. ഇങ്ങോട്ട് കിടക്കട്ടെ. ആ സർക്കിളില് നമുക്ക് എന്തായാലും അതിനൊരു കേന്ദ്രം വേണം. ആ സർക്കിളിൽ കേന്ദ്രമാണ്. കേന്ദ്രത്തിലെ ഏത് ലക്ഷമാണ് അധികം നമ്മൾ ചോദിപ്പിക്കുക? ആരം, റേഡിയസ്, അത് ഞാൻ ഇങ്ങോട്ട് വരയ്ക്കണം. BOB അതിന്റെ റേഡിയസ് ആണ്. വൃത്തത്തിന്റെ ആരം. ആ ആരത്തിന്റെ അളവ് ഞാൻ കൊടുക്കുകയാണ് 3 സെന്റിമീറ്റർ. ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട്, പിന്നീട് ഞാൻ ഇത് അങ്ങോട്ട് കണക്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഞാൻ അളവ് തരുന്നുണ്ട്, അത് ശ്രദ്ധിച്ചോ. ഈ ഒരു ആംഗിൾ 60 ഡിഗ്രിയാണ്, 60 ഡിഗ്രി. ഇവിടെ ഞാനൊരു പേര് കൊടുക്കുന്നു, A. ഈ ചോദ്യം ഇതാണ്, ശരിക്കും ശ്രദ്ധിച്ചോളൂ. കഴിഞ്ഞ വർഷം LMS വന്ന ചോദ്യമാണ് ഇത്. USSന്റെ കുട്ടികൾക്ക് ഉപകാരപ്പെട്ടു. ഒരു ചോദ്യം കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. ഈ ചോദ്യം എന്താണെന്ന് ശ്രദ്ധിക്കാം. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചു. The figure shows a circle of radius 3 units. What is the length of the side AB? The figure shows a circle of radius 3 units. What is the length of the side AB? എത്രയായിരിക്കും നിങ്ങൾ പറയും? 3 units. നീളം എത്രയായിരിക്കും എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഈ ABയുടെ നീളം എത്രയാണ്? 3 units. 3 units. ഈ ഒരു ത്രികോണം ഏത് തരത്തിൽപ്പെട്ട ത്രികോണമാണ്? പഠിക്കണ്ട. ഇതിന് പറയാം ഐസോസെൽസ് ട്രയാങ്കിൾ എന്നാണ്. ഐസോസെൽസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത ഈ 2 സൈഡും ഈക്വൽ ആകുന്നു എന്ന് നമ്മളോട് പറയുമ്പോൾ തന്നെ ഐസോസെൽസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത ആയിക്കോളും. ഐസോസെൽസ് ട്രയാങ്കിൾ ഈ 2 സൈഡും ഈക്വൽ ആയിരിക്കും. ഈ കോണിന് എതിരെ വരുന്ന ഈ കോണും ഈക്വൽ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ഒരു ആംഗിൾ നിങ്ങൾക്ക് 20 തരുന്നെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ ഒരു പ്രശ്നവുമില്ല. ഇത് രണ്ടും ഒരുപോലെ കാണുന്നേ മതിയാവും. അങ്ങനെയാണെങ്കിൽ 150 ആണെങ്കിൽ ഒരു ത്രികോണത്തിന്റെ 3 കോണുകളുടെ തുക. ആ 150 20 മൈനസ് ചെയ്യും. ബാക്കി കിട്ടുന്ന 160 പകുതി ആക്കിയാൽ മതി. പകുതി ആക്കുമ്പോൾ ഇത് 80, ഇതും 80.
അതേ രീതിയിൽ നിങ്ങളോട് ഞാൻ പറയുന്നു, ഇത് രണ്ടും 60 തുല്യമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ കോൺ 60 നിങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആംഗിളും 60 തന്നെ ആയിരിക്കും. അപ്പോൾ 60 120 ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി. അപ്പോൾ ഇത് 3 60 കിട്ടി എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇത് 3 60 ആകുമ്പോൾ നമുക്ക് അറിയാലോ, ഈ ഒരു ത്രികോണത്തിന്റെ 3 കോണുകളും തുല്യമാവുക, 3 വശങ്ങളും തുല്യമാവുകയാണെങ്കിൽ ആ ത്രികോണത്തിന് നിങ്ങൾ വേറെ പേര് പഠിച്ചിട്ടുണ്ട്, Equilateral triangle. രണ്ട് കോണുകൾ ഒരേപോലെയുള്ള 60 ഡിഗ്രി വരെ നിങ്ങൾക്ക് തന്നാലാണ് ഈ മൂന്നാമത്തത് ആരായി? 60. അതുപോലെ ഇക്വലേറ്റർ ട്രയാങ്കിൾക്ക് നേരത്തെ നിങ്ങൾക്ക് 3 സെന്റിമീറ്റർ ആണ് ഈ ഒരു യൂണിറ്റ്, ഈ ഒരു ആരം എന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഈ എ ബിയുടെ കണക്കിന് 3 units. ആ ഹോംവർക്ക് ശ്രദ്ധിച്ചു. രണ്ട് സംഖ്യകളുടെ HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1 പൊതുഘടകം അത് 6 ആണ്. HCF of two numbers is 6. അതിലെ LCM അതിന് പറയുക ചെറു പൊതുഗുണിതം എന്നാണ്. ചെറു പൊതുഗുണിതം ആ LCM 72 ആണ്. HCF of two numbers is 6. LCM of the same number is 72. അവയിൽ ഒരു സംഖ്യ, ആ ഒരു സംഖ്യ നിങ്ങൾക്ക് തരുന്നു 18 എങ്കിൽ മറ്റേ സംഖ്യ ഏതാണ്? ഒന്നുകൂടി പറയാം. രണ്ട് സംഖ്യകളുടെ 1 പൊതുഘടകം 6 ചെറു പൊതുഗുണിതം 72 അവയിൽ ഒരു സംഖ്യ 18 എങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഏതാണ്? ഇതാണ് നിങ്ങൾക്ക് ഇന്നത്തെ ചോദ്യം. ഈ ചോദ്യം ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കും. ഒരു സംഖ്യയുടെ ഒരു നമ്പറിന്റെ HCF 6 ആണ്, LCM 72 ആണ്. അതിൽ ഒന്നാമത്തെ നമ്പർ 18 ആണെങ്കിൽ രണ്ടാമത്തെ നമ്പർ ഏതാണ്? രണ്ടാമത്തെ ചോദ്യം, രണ്ട് ചോദ്യം എഴുതുന്നു. ഒരു ക്ലോക്കിലെ സമയം കാണിക്കുന്നത് 3:30 ആണ്. ടൈം ഷോസ് ഇൻ എ ക്ലോക്ക് 3:30 എങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും, മിനിറ്റ് ആംഗിൾ ഓർ ആംഗിൾ, അതിനിടയിലുള്ള ആംഗിളിന്റെ മെഷർമെന്റ് എത്രയാണ്? ഓപ്ഷൻ ഞാൻ തരാം വേണമെങ്കിൽ. 90 ഡിഗ്രി, 60 ഡിഗ്രി, 105 ഡിഗ്രി, 75 ഡിഗ്രി. ഒരു ക്ലോക്കിലെ സമയം 3:30 ആണെങ്കിൽ അതിൽ മിനിറ്റ് ആംഗിളും അവർ ആംഗിളും, മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും നിശ്ചയിക്കുന്ന ആംഗിളിന്റെ മെഷർമെന്റ് എത്രയായിരിക്കും എന്ന രണ്ട് ചോദ്യങ്ങളാണ് വരുന്നത്. ഈ രണ്ട് ചോദ്യത്തിലും നിങ്ങൾ ആൻസർ പെട്ടെന്ന് കമന്റ് ചെയ്യാൻ തയ്യാറാവുക.